എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി. ഇന്ന് മുതൽ നിങ്ങളുടെ മാത്സിൻ്റെ ചില ക്ലാസ്സൊക്കെ ഞാനായിരിക്കും എടുക്കുന്നത്. ഞാൻ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ പാരലൽസ് അല്ലെങ്കിൽ സമാന്തരങ്ങൾ ഇത് മുതലാണ് ഇന്ന് എടുക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പം സൈഡിൽ ബുക്ക് വെച്ച് കൂടെ വരച്ച് ചെയ്ത് വേണം പഠിക്കാൻ. ജസ്റ്റ് വീഡിയോ മാത്രം നോക്കിയിരിക്കല്ല. പിന്നെ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് തന്നെ പഠിക്കണം. അപ്പം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാം. എന്താണ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ? പാരലൽസ് അല്ലെങ്കിൽ സമാന്തരങ്ങൾ. ഞാൻ ആദ്യമേ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ബിന്ദു, മലയാളത്തിൽ പോയിന്റിന് പറയുന്നതാണ് ബിന്ദു, മാർക്ക് ചെയ്തു എ. ഇങ്ങോട്ട് നീക്കി വേറെ ഒരു പോയിന്റ് ബി മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യും. നമുക്ക് എന്ത് കിട്ടി? ഒരു വര കിട്ടി അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു വര കിട്ടി. ഇനി നമ്മൾ വേറെ രണ്ട് പോയിന്റ്സ് എടുക്കുന്നു, സി ഡി. നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു വര കിട്ടി. അപ്പം ഏത് രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വര അഥവാ ഒരു ലൈൻ കിട്ടും. ഇവിടെ എ ബി ജോയിൻ ചെയ്തപ്പം എ പോയിന്റും ബി പോയിന്റും ജോയിൻ ചെയ്തപ്പോൾ എ ബി എന്ന ലൈൻ കിട്ടി. സി എന്ന പോയിന്റും ഡി എന്ന പോയിന്റും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് സി ഡി എന്ന് ഉള്ള ഒരു ലൈൻ കിട്ടി. ഇനി നിങ്ങളോട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏത് രണ്ട് വരകളും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമോ? ഇപ്പോൾ ഒരു വരയെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടി വരയ്ക്കാം. സി ഡി എന്ന് പറയുന്ന ഈ ലൈന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര വേണമെങ്കിലും അങ്ങോട്ടും വരയ്ക്കാം ഇങ്ങോട്ടും വരയ്ക്കാം. ഒരു ലൈനിന് ലിമിറ്റ് ഇല്ല. എ ബി എന്ന ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ടും എത്ര വേണമെങ്കിലും വരയ്ക്കാം, ഇങ്ങോട്ടും എത്ര വേണമെങ്കിലും വരയ്ക്കാം. അപ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും രണ്ട് ലൈനുകൾ അല്ലെങ്കിൽ ഏത് രണ്ട് വരകൾ എടുത്താലും അവ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമോ അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എ ബി എന്ന ലൈനിനെ നീട്ടി വരയ്ക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ബിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് നമ്മൾ ഡോട്ടഡ് ലൈൻസാണ് യൂസ് ചെയ്യുന്നത്. ഇനി സി ഡി എക്സ്റ്റെൻഡ് ചെയ്തു. ഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. സിയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മൾ എന്ത് കണ്ടപ്പം? സി ഡി എക്സ്റ്റെൻഡ് ചെയ്തു, എ ബി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പോയിന്റിൽ അവ കൂട്ടിമുട്ടിയെന്ന് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്തു. ആ പോയിന്റിന് നമ്മൾ ജസ്റ്റ് പി എന്ന് വല്ല പേര് കൊടുക്കുന്നു. അപ്പം ആ രണ്ട് ലൈനും എക്സ്റ്റെൻഡ് ചെയ്തപ്പം അത് രണ്ടും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി അല്ലേ? ഇനി വേറെ ഏതെങ്കിലും രണ്ട് സെറ്റ് ലൈൻ വരയ്ക്കുന്നു. എ ബി ഞാൻ ഇച്ചിരി എ ബിയും സി ഡി ഇച്ചിരി മാറ്റി വരയ്ക്കുവാന്ന്. ഒന്നൊന്ന് കൊടുത്തിട്ട് എ ബി സി ഡി എക്സ്റ്റെൻഡ് ചെയ്തു. കൂട്ടിമുട്ടി പി. ഇനി വേറെ രണ്ട് സെറ്റ് ഞാൻ എടുക്കുന്നു. പി ക്യൂ, രണ്ട് പോയിന്റ്സ് പിയും ക്യൂവും ജോയിൻ ചെയ്തു. പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ കിട്ടി. ആർ എസ് എന്ന് പറയുന്ന വേറെ രണ്ട് പോയിന്റ്സ് എടുത്തു. അത് രണ്ടും ജോയിൻ ചെയ്തപ്പോൾ ആർ എസ് എന്ന് പറയുന്ന ഒരു ലൈൻ കിട്ടി.
നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുന്നു. മുമ്പേ ചെയ്ത അതേ രീതി തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നു. ഫസ്റ്റ് പി ക്യു എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആർ എസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നീട്ടി വരച്ചു. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കണ്ടു? ഈ രണ്ട് ലൈൻസും ഒരു പോയിന്റ് എന്ത് ഡബ്ല്യു എന്ന് കൊടുക്കാം. ഡബ്ല്യു എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഈ രണ്ട് ലൈൻസും കൂട്ടിമുട്ടി അല്ലേ. ഇനി വേറെ ഒരു കേസ് എടുക്കാം. മൂന്നാമത്തെ വേറെ രണ്ട് പോയിന്റ്സ് എടുക്കാം. ഈ എഫ് ജോയിൻ ചെയ്തു, ലൈൻ കിട്ടി. ഇ എഫ് രണ്ട് ബിന്ദുക്കൾ എടുത്തു, ജോയിൻ ചെയ്തു, ഇ എഫ് എന്ന ലൈൻ കിട്ടി. ജി എച്ച് രണ്ട് പോയിന്റ്സ് എടുത്തു, ജോയിൻ ചെയ്തു, ജി എച്ച് എന്ന് പറയുന്ന ഒരു ലൈൻ കിട്ടി. അപ്പോൾ ഈ രണ്ട് ലൈൻസും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുന്നു. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഇ എഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പിന്നെ ജി എച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കേ, ഇത് എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും ഏതെങ്കിലും ഒരു പോയിന്റ് കൂട്ടിമുട്ടുമോ? ഇല്ല. നോക്ക്, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും ഇവ രണ്ടും ഒരു പോയിന്റിലും കൂട്ടിമുട്ടത്തില്ല. ഒരു ബിന്ദുവിലും ഈ രണ്ട് ലൈൻസും കൂട്ടിമുട്ടത്തില്ല. ഇപ്പൊ ഈ ലൈനിന് ചെറിയൊരു ചരിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു പോയിന്റ് കൂട്ടിമുട്ടിയാണ്. പക്ഷെ ഇത് രണ്ടും നേരെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ബിന്ദുവിലും കൂട്ടിമുട്ടത്തില്ല എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്തുവാ? ഏത് രണ്ട് വരകൾ എടുത്താലും അവ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമോ? കൂട്ടിമുട്ടുന്ന കേസ് കൊണ്ട്, പക്ഷേ രണ്ട് ലൈൻസും കൂട്ടിമുട്ടാത്ത കേസും ഉണ്ട് അല്ലേ. ഇനി നമ്മൾ ഈ ലൈൻസിന്റെ എല്ലാ ഇടയ്ക്കലത്തെ ഡിസ്റ്റൻസ് നോക്കാം. ദൂരം, ഇവ തമ്മിലുള്ള ദൂരം. ഫസ്റ്റ് എ ബിയും സി ഡിയും നോക്കുന്നു. എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും തമ്മിലുള്ള ദൂരം ഇവിടുള്ള ദൂരമാണോ ഇവിടെ ഉള്ളത്? അല്ല. അവിടെ ഉള്ള ദൂരമാണോ ഇവിടെ ഉള്ളത്? ഇങ്ങോട്ട് വരുംതോറും ദൂരം, ഇവ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരും അല്ലേ. ഇവിടെ ഒരു ദൂരം, ഇവിടെ വേറെ ഒരു ദൂരം, ഇവിടെ വേറെ ഒരു ദൂരം, ഇവിടെ വേറെ ഒരു ദൂരം. അപ്പൊ ഇവ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരുക, ഡിസ്റ്റൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ആർ എസും പി ക്യു നോക്കിക്കേ. അവിടെയും ഇതേ കേസ് തന്നെ. ഇങ്ങോട്ട് വരും തോറും അകലം കൂടിക്കൂടി വരിക അല്ലേ. ഇവിടെ ഉള്ള ദൂരമാണോ ഇവിടെ ഉള്ള? അല്ല. ഇവിടെ ഉള്ള ദൂരമാണോ ഇവിടെ ഉള്ള? അല്ല. അപ്പം ഈ രണ്ട് കേസിലും ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി ഈ കേസ് നോക്കിക്കേ, കൂട്ടിമുട്ടാത്ത കേസ്. ഒരു ബിന്ദുവിനും കൂട്ടിമുട്ടാത്ത രണ്ട് വരകളുടെ ഇടയ്ക്കുള്ള ദൂരം നമുക്ക് നോക്കാം. ഇവിടെ ഉള്ള ദൂരം തന്നല്ലേ ഇവിടെ ഉള്ളേ. അതുപോലെ ഏത് ഭാഗത്തെടുത്താലും ഈ രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ദൂരം എപ്പോഴും എന്താണ്? തുല്യമാണ്. ഇവിടെ ഉള്ള ദൂരം തന്നെ ഇവിടെ ഉള്ളേ, ഇതേ ദൂരം തന്നെ ഇവിടെ ഉള്ളേ. അങ്ങനെ നമ്മൾ എത്ര നീട്ടി വരച്ച് എത്ര ദൂരത്തിൽ നമ്മൾ മെഷർ ചെയ്താലും ഈ രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ദൂരം എപ്പോഴും എന്താണ്? തുല്യമാണ്. പക്ഷെ ഇവിടെ രണ്ടിടത്തും ആണോ? അല്ല. അപ്പം ഇത് ഇച്ചിരി വ്യത്യസ്തമായ സെറ്റാണ്. അപ്പൊ നമ്മൾ ഈ തരത്തിലുള്ള വരകളെ എന്ത് പറയും? സമാന്തരങ്ങൾ അല്ലെങ്കിൽ പാരലൽസ് എന്ന് പറയും. ഇത് രണ്ടും പാരലൽസ് ആണോ? അല്ല. കാരണം ഇവ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുണ്ട്. മാത്രമല്ല അവ തമ്മിലുള്ള അകലം എപ്പോഴും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് ലൈനും സമാന്തരങ്ങളല്ല. കാരണം എന്താ? ഇവ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതോ, ഇവ രണ്ടും സമാന്തരങ്ങളാണ് അല്ലെങ്കിൽ പാരലൽസ് ആണ്. അപ്പൊ നമ്മൾ ഇ എഫും ജി എച്ചും പാരലൽ ലൈൻസ് ആണെന്ന് പറയും. കാരണം എന്താ? എത്ര നീട്ടി വരച്ചാലും ഇവ രണ്ടും ഒരു ബിന്ദുവിലും കൂട്ടിമുട്ടത്തില്ല.
ഇവയ്ക്കിടയിലുള്ള ദൂരം തുല്യമായിട്ട് തന്നെ ഇരിക്കും. ഈ സമാന്തരങ്ങൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. സമമെന്ന് വെച്ചാൽ എന്താ? തുല്യം, ഈക്വൽ. അന്തരം എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം. സമമായിട്ടുള്ള അന്തരങ്ങളുള്ളവ, അതാണ് സമാന്തരങ്ങൾ. ഈക്വൽ ഡിസ്റ്റൻസിലുള്ളവ. അപ്പോൾ നിങ്ങൾക്ക് സമാന്തരങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡെഫിനിഷൻ ഉണ്ട്. ഒരേ അകലത്തിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് നമ്മൾ സമാന്തരങ്ങൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത സമാന്തരങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരിക്കലും കൂട്ടിമുട്ടാത്ത, എത്ര നീട്ടി വരച്ചാലും ഒരിക്കലും കൂട്ടിമുട്ടാത്ത തുല്യ അകലത്തിലുള്ള വരകളെയാണ് നമ്മൾ സമാന്തരങ്ങൾ അല്ലെങ്കിൽ പാരലൽസ് എന്ന് പറയുന്നത്. ഈ പാരലൽസിന് നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. റെയിൽവേ ക്രോസിംഗ് കണ്ടിട്ടുണ്ടോ? റെയിൽവേ ലൈൻസ് എങ്ങനെ? റെയിൽ പാളങ്ങൾ രണ്ടും പാരലൽസ് അല്ലേ? ഈ രണ്ട് ബോർഡറുകൾ, ഈ രണ്ട് സൈഡ്സ് റെയിൽവേ ലൈനിൻ്റെ, ഇതും രണ്ടും പാരലൽസ് അല്ലേ? ആ റെയിൽവേ ലൈൻസ് എവിടെങ്കിലും കൂട്ടിമുട്ടുവോ? ഇല്ല. ഒരേ രീതിയിൽ തന്നെ അതിങ്ങനെ കൂട്ടിമുട്ടാതെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം എല്ലായിടത്തും ഈക്വൽ അല്ലേ? ഇവിടെയുള്ള ദൂരം തന്നെ അല്ലേ ഇവിടെ ഉള്ളത്? അതോ ചിലയിടത്ത് വീതി കൂടി ചിലയിടത്ത് ചെറുതായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പം റെയിൽവേ ലൈൻസ് ഒരു ഉദാഹരണമാണ് നമ്മുടെ ചുറ്റുപാടുള്ള പാരലൽ ലൈൻസിന്. അല്ല, നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് തന്നെ നോക്കിക്കേ. ബുക്കിൻ്റെ ഈ ബോർഡ് തന്നെ നോക്കുക. ഈ ലൈനും പാരലല, ഈ ലൈനും പാരലല. നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൻ്റെ വശങ്ങൾ നോക്കിക്കേ. അതും നമ്മൾ എത്ര നീട്ടി വരച്ചാലും അത് കൂട്ടിമുട്ടത്തില്ല. അതിനിടയ്ക്കുള്ള ദൂരം തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ എതിർവശങ്ങളും പാരലൽസ് ആണ്. ഇനി ഇതെന്താ? ഒരു ചതുരം. പേര് കൊടുക്കുന്നു. എ, ബി, സി, ഡി. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഒരു ചതുരത്തിന്റെ പ്രത്യേകത എന്താ? എ ബിയും സി ഡി എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, എതിർവശങ്ങളാണ്. ഈ ചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാ? എ ബിയും സി ഡിയും ഒരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. എ സിയും ബി ഡിയും മറ്റൊരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെങ്കിൽ എതിർവശങ്ങളാണ്, അല്ലേ? അപ്പം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, നീളവും വീതിയും. ഇവിടെയും ലെങ്ത് ആയിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. ഇവിടെ സെയിം ഇതേ ബ്രെഡ്ത്ത് തന്നെ ആയിരിക്കും. അപ്പം ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. എ ബിയും സി ഡിയും തുല്യമാണ്, എ സിയും ബി ഡിയും തുല്യമാണ്. പിന്നെന്താ ഒരു ചതുരത്തിന്റെ പ്രോപ്പർട്ടി? ഒരു ചതുരത്തിന്റെ അകത്തെ ഓരോ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിള് 90 ഡിഗ്രിയാ, ഈ ആംഗിള് 90 ഡിഗ്രിയാ, ഇത് 90 ഡിഗ്രിയാ, ഇതും 90 ഡിഗ്രി. അപ്പം നിങ്ങൾക്ക് ചതുരത്തിനെ കുറിച്ച് അറിയാവുന്ന പ്രോപ്പർട്ടീസ് ഇത്രയേ ഉള്ളൂ. എതിർവശങ്ങൾ തുല്യമായിരിക്കും, ഓരോ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇനി നമ്മൾ ചതുരത്തിനെ കുറിച്ചുള്ള ഒരു പുതിയ പ്രോപ്പർട്ടി പഠിക്കാൻ പോകും. നമ്മൾ ആദ്യമേ ഈ ചതുരത്തിന്റെ രണ്ട് എതിർവശങ്ങൾ എടുക്കും. ആദ്യം എ ബി സി ഡി എടുക്കും. എന്നിട്ട് എ ബിയും സി ഡി നേരത്തെ ചെയ്തതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും, നീട്ടി വരയ്ക്കും. ആദ്യമേ എ ബി നീട്ടി വരയ്ക്കും, അത് കഴിഞ്ഞ് സി ഡി നീട്ടി വരയ്ക്കും.
കണ്ടില്ലേ? ഈ രണ്ട് സൈഡ്സ് എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും ഒരിടത്ത് കൂട്ടിമുട്ടുമോ? ഇല്ല. നേരത്തെ കേസ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെങ്കിൽ എതിർവശങ്ങൾ എ ബിയും സി ഡിയും എത്ര നമ്മൾ നീട്ടി വരച്ചാലും അവ ഒരു ബിന്ദുവിലും കൂട്ടിമുട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഉള്ള ദൂരം തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും. എത്ര നമ്മൾ പോയാലും ഇവ തമ്മിലുള്ള ദൂരം അഥവാ അകലം സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ ബിയും സി ഡിയും പാരലൽസ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തരങ്ങളാണെന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് പാരലൽ ടു സി ഡി എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത രണ്ട് എതിർവശങ്ങൾ എടുക്കുന്നു, എ സിയും ബി ഡിയും. അത് നമ്മൾ ഇങ്ങനെ നീട്ടി വരയ്ക്കണം, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതേപോലെ തന്നെയല്ലേ ഇവിടെ? ഇപ്പൊ എത്ര നീട്ടി വരച്ചാലും രണ്ട് സൈഡിലോട്ടും എത്ര നീട്ടി വരച്ചാലും ഈ രണ്ട് സൈഡ്സും ഒരിക്കലും ഒരു ബിന്ദുവിലും അല്ലെങ്കിൽ ഒരു പോയിന്റിലും ഇത് കൂട്ടിമുട്ടത്തില്ല. മാത്രമല്ല ഇവ തമ്മിലുള്ള അകലം എപ്പോഴും സെയിം ആയിരിക്കും, തുല്യമായിരിക്കും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ സിയും ബി ഡിയും പാരലൽസ് ആണെന്ന് പറയാം. നമുക്ക് എന്ത് കിട്ടി? എ ബി പാരലൽ ടു സി ഡി ആണ്, എ സി പാരലൽ ടു ബി ഡി ആണ്. എ ബിയും സി ഡിയും ഒരു സെറ്റ് സമാന്തരങ്ങളാണ്, എ സിയും ബി ഡിയും മറ്റൊരു സെറ്റ് സമാന്തരങ്ങളാണെന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം? ഒരു ചതുരത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളായിരിക്കും. എന്താ? ഒരു ചതുരത്തിൻ്റെ എതിർവശങ്ങളായിരിക്കണം. എതിർവശങ്ങൾ അവ സമാന്തരങ്ങളായിരിക്കും. എതിർവശങ്ങളല്ലാതെ നോക്കിക്കേ, സി ഡി ബി ഡി ഇവ എതിർവശങ്ങളല്ലല്ലോ, അഡ്ജസൻറ്റ് സൈഡ്സാണ്, അടുത്തടുത്തുള്ളതാണ്. അതിവിടെ തന്നെ ഇപ്പൊ ബി ഡിയും സി ഡിയും ഡിയിൽ തന്നെ കൂട്ടിമുട്ടുന്നില്ലേ? അപ്പൊ അവ സമാന്തരങ്ങളാണോ? അല്ല. അല്ലെങ്കിൽ എ സിയും സി ഡിയും എടുത്തേ, ഇത് രണ്ടും സി കൂട്ടിമുട്ടുന്നില്ലേ? അപ്പൊ അവ സമാന്തരങ്ങളല്ല. പക്ഷെ ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങള് സമാന്തരങ്ങളായിരിക്കും. നമുക്ക് ചതുരത്തിന്റെ പുതിയൊരു പ്രോപ്പർട്ടിയാണ് കിട്ടിയത്. ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളായിരിക്കും. നമുക്ക് വേറെ ഒരു ഷേപ്പ് നോക്കാം. ട്രപ്പീസിയം അല്ലെങ്കിൽ ചതുർഭുജം. ട്രപ്പീസിയത്തിന്റെ മലയാളമാണ് ചതുർഭുജം. പേര് കൊടുക്കുന്നു എ ബി സി ഡി. നമ്മൾ ആദ്യമേ ഈ ചതുർഭുജത്തിന്റെ മുകളിലും താഴെയുള്ള സൈഡ്സ് ഫസ്റ്റ് നീട്ടി വരയ്ക്കുന്നു. എ ബിയും സി ഡിയും. എ ബി നീട്ടി വരച്ചു, സി ഡി നീട്ടി വരയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവ ഇത് പോകുന്ന കണ്ടാൽ അറിയാം, ഒരു പോയിന്റിലും ഇത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യാനും പോകുന്നില്ല. എത്ര നമ്മൾ നീട്ടി വരച്ചാലും ഈ രണ്ട് സൈഡ്സും ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇത് തമ്മിലുള്ള ദൂരം എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് സൈഡ്സ്, മുകളിലും താഴെയുള്ള ഒരു ട്രപ്പീസിയത്തിന്റെ മുകളിലും താഴെയുള്ള സൈഡ്സ് പാരലൽസ് ആണ് അല്ലെങ്കിൽ സമാന്തരങ്ങളാണെന്ന് നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് സൈഡ്സ് നോക്കിക്കേ, എ ഡിയും ബി സി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. കണ്ടോ? ഇത് കൂട്ടിമുട്ടാതിരുന്നോ? ഇല്ല. ഇത് ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. എ ഡിയും ബി സിയും എക്സ്റ്റെൻഡ് ചെയ്തപ്പം അവ രണ്ടും ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി.
അപ്പം അത് രണ്ടും സമാന്തരങ്ങളാണോ? അല്ല. ദൂരം നോക്കിക്കേ ഇനി. ഇവിടെ ഉള്ള ദൂരമാണോ ഇവിടെ ഉള്ളത്? അല്ല. ഈ രണ്ട് സൈഡുകൾക്കിടയിലുള്ള ദൂരം എപ്പോഴും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. പക്ഷെ അത് മാത്രമല്ല, അത് രണ്ടും നീട്ടി വരച്ചപ്പോൾ ആ രണ്ട് ലൈനും ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? എ ഡി ഈസ് നോട്ട് പാരലൽ ടു ബി സി, അല്ലെങ്കിൽ ബി സി ഈസ് നോട്ട് പാരലൽ ടു എ ഡി. ഇത് രണ്ടും പാരലൽസ് അല്ല, അല്ലെങ്കിൽ സമാന്തരങ്ങളല്ല എന്ന് നമുക്ക് കിട്ടി. പറഞ്ഞു മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ഇന്ന് പഠിച്ചപ്പം സമാന്തരങ്ങൾ അല്ലെങ്കിൽ പാരലൽസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? സമാന്തരങ്ങൾ എന്താ? ഒരേ അകലത്തിൽ ഒരിടത്തും കൂട്ടിമുട്ടാത്ത രണ്ട് വരകളെ നമ്മൾ പാരലൽസ് അല്ലെങ്കിൽ സമാന്തരങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ട്രപ്പീസിയം അഥവാ ഒരു ചതുർഭുജത്തിന്റെ മുകളിലും താഴെയുമുള്ള സൈഡുകൾ സമാന്തരങ്ങളാണെന്ന് പഠിച്ചു. പക്ഷേ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള സൈഡ്സ് സമാന്തരങ്ങളാണോ ട്രപ്പീസിയത്തിന്റെ? അല്ല. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. സമാന്തരങ്ങൾ എന്താ, പിന്നെ ചതുരത്തിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചു, പിന്നെ ട്രപ്പീസിയത്തിന്റെ കേസ് പഠിച്ചു. അപ്പം എല്ലാവരും ഇന്ന് പഠിപ്പിച്ച് നന്നായിട്ട് പഠിക്കണം. താങ്ക് യു.